യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പക്ഷേ അവരെ തൊടാതെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയത്തിലും ഇടപെടാതെ ചുമ്മാതെ ഓളങ്ങൾ സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള പരിപാടികളാണ് അവർക്കിടയിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടത് അവരുടെ വിഷയങ്ങളിലേക്കുള്ള യാത്രയാണ്, അവരുമായിട്ടുള്ള ചർച്ചയാണ്, അവർക്ക് നല്ല രൂപാന്തരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അത്തരമുള്ള പ്രവർത്തനങ്ങളൊന്നും സംഭവിക്കുന്നില്ല. യുവജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഫ്രീസറിലെന്ന പോലെ അവർ സൂക്ഷിച്ച് അവരുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന അവർ തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ പോലും അവർ മടുത്തോടുന്നെങ്കിൽ അതിൻ്റെ എല്ലാം പുറകിൽ അവരിലൊരു ഫ്രസ്ട്രേഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, അവരിലൊക്കെ വലിയ ഡിപ്രഷനുണ്ട്, അവരിലൊക്കെ വലിയ കൺഫ്യൂഷനുണ്ട്. ഇത് മാറ്റിയെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങളുടെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് യുവജനങ്ങൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ലോകം ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ വരുന്നു, സാമൂഹികപരമായ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു, സാമ്പത്തികമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ മാറ്റങ്ങളുടെ ഇടയിലൂടെ ജീവിച്ചു വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനും അവർ കൃത്യമായി വഴികാട്ടി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനങ്ങൾ വേണം. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകളോ ചിന്തകളോ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെ ഗൗരവമായിട്ട് നടക്കാറില്ല. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ ചെറുപ്പക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരിലൊരു ആത്മവിശ്വാസവും ഒരു ആത്മാഭിമാനവും വളരെ കുറവാണ് പലരിലും. വ്യത്യസ്തരായവരുണ്ട്. ഇപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ ആത്മവിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ നമ്മൾ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ആത്മവിശ്വാസം വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ കണ്ണിൽ തന്നെ ഒന്ന് നോക്കാൻ കഴിയാത്ത, ഒരു ചോദ്യത്തെ ഒന്നും നേരിടാൻ കഴിയാത്ത, എഴുന്നേറ്റൊരു സംശയം ചോദിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത, എവിടെയും പോയി ഒന്ന് ഫ്രണ്ടിലിരിക്കാൻ പറ്റാത്ത, ഇത്തരത്തിലൊക്കെയുള്ള കുട്ടികൾ നമുക്ക് ധാരാളമായിട്ട് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇത് അത്തരം കുട്ടികളെ നമ്മൾ ടീനേജിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുവതയിൽ കാണുമ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പരിഹരിക്കേണ്ടത് അവരുടെ ഒരു ചൈൽഡ്ഹുഡിലായിരുന്നു. അപ്പോൾ ബാല്യമായിരുന്ന കാലത്ത് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഒരു റെക്കഗ്നീഷൻ, ഒരു അക്സെപ്റ്റൻസ്, നീ മിടുക്കനാണ് എന്നുള്ള ഒരു തോന്നൽ, അവരുടെ ശക്തികളിൽ ഉള്ള വിശ്വാസം, അവരുടെ കുറവുകളെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്താനുള്ള സഹായങ്ങൾ, ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ബാല്യത്തിലായിരുന്നു. പക്ഷേ ബാല്യത്തിൽ ഈ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാതിരുന്നത് കാരണം കുട്ടി അതുമായിട്ട് കൗമാരത്തിലേക്ക് വരുന്നു. സ്കൂളുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായം മുതലേ അക്കാഡമിക് ഇമ്പോർട്ടൻസ് മാത്രമാണ് കൊടുക്കുന്നത്. പലപ്പോഴും വ്യക്തിത്വ വികസനത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിൽ എത്ര മെഡൽ കിട്ടിയെന്ന് ചോദിക്കുന്നു. ഈ ഒളിമ്പിക്സ് മെഡൽ കിട്ടണമെങ്കിൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടിച്ചാടി കളിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ആരോഗ്യം കണ്ടെത്തുകയും ധൈര്യം കണ്ടെത്തുകയും ഒക്കെ ചെയ്തെങ്കിലേ അതിൽ നിന്നാണ് ഒരു രാജ്യത്തിന് വേണ്ട സ്പോർട്സ് ടാലൻറ്റുകളെയൊക്കെ കണ്ടെത്തുകയും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ധാരാളമായിട്ട് സ്പോർട്സ് രംഗത്തേക്കുള്ള സപ്ലൈ വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സമഗ്രമാണ് വിദ്യാഭ്യാസം, ശാരീരികം, മാനസികം, എല്ലാ രംഗത്തും. അക്കാഡമിക്സിൽ മാത്രമല്ല അവർ ഭാവി കാണുന്നത്. എല്ലാ കാര്യവും സമഗ്രമായി വളർന്നാലേ ഒരു മനുഷ്യൻ ശക്തമായി നിലനിൽക്കുന്ന അവർ വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് സെൽഫ് എസ്റ്റീം കുറയുന്നതിൻ്റെ ഒരു കാരണം. ഒരു സമഗ്രമായ വളർച്ച പല കുട്ടികളിലും ഇല്ലാത്തത്. കൗമാരത്തിൽ ഈ സെൽഫ് എസ്റ്റീം കുറയാൻ അവനെ എന്തിനു കൊള്ളാം എന്ന് തന്നെ അവൻ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയിപ്പിക്കാൻ നമ്മളൊരു പ്രവർത്തനമൊട്ട് നടത്തുന്നുമില്ല. അപ്പോൾ ഒരു റെക്കഗ്നീഷനും അക്സെപ്റ്റൻസും ഒക്കെ ചെറിയ പ്രായം മുതലേ അവർക്ക് കിട്ടി വളർന്നാൽ മാത്രമേ. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ട്, അവരിൽ എന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്ത് തിരുത്തേണ്ടതൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ നിന്നേ തുടങ്ങുമ്പോൾ അതിനൊരു വലിയ, അതുപോലെ നല്ല മോഡൽസ്, നല്ല ശക്തരായവരെയൊക്കെ കണ്ടു വളരുമ്പോൾ കിട്ടുന്നൊരു മോട്ടിവേഷനും അഭിമാനവും ഒക്കെ ഉണ്ട്. അതൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല. പണ്ടൊക്കെ റോൾ മോഡൽസിനെ കുറിച്ചൊക്കെ നമുക്ക് കുട്ടികളുമായിട്ട് സംസാരിച്ചു. ഇന്ന് കുട്ടികൾക്കൊന്നും അങ്ങനെ റോൾ മോഡൽ എന്ന് പറയുന്ന ഒരാൾ പോലും പലർക്കും ഇല്ല. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് ഈ യുവതലമുറ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവർക്ക് കിട്ടുന്ന ഐഡിയ ഒക്കെ വെച്ചിട്ട് അവർ കൂടുതൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഫ്രീഡം ഭയങ്കരമായിട്ട് വേണം.
പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല ഈ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഒരു വെറും കടങ്കഥ മാത്രമാണ്. അങ്ങനെ ഒരു അബ്സല്യൂട്ട് ഫ്രീഡം ഇല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ സമൂഹത്തിലൊക്കെ നിൽക്കുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസോടു കൂടിയാണ്. അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. കുറേ ഫ്രീഡം അങ്ങ് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരുപാട് ഫ്രീഡമൊക്കെ എൻജോയ് ചെയ്ത ആൾക്കാർ പിന്നീട് അവരുടെ കരിയറിലൊന്നും ആകാതെ പോയിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിലൊന്നും ആകാതെ പോയിട്ടുണ്ട്. കുറേ ജീവിതമൊക്കെ ചെറിയ പ്രായത്തിലെ അമിതമായ ഫ്രീഡവും അമിതമായ പിന്നെ പണവുമൊക്കെ കൊടുത്ത കുട്ടികളൊക്കെ ഒരുപാട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. എന്നാൽ കുട്ടികൾക്ക് ഫ്രീഡം വേണം. കാരണം അവരുടെ കഴിവുകൾ വികസിക്കണമെങ്കിൽ, അവരുടെ വിശ്വാസം വികസിക്കണമെങ്കിലും, അവരുടെ കരുത്ത് അവർ വീഴാനും എഴുന്നേക്കാനും തോൽക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണം. അവരെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. അപ്പോൾ പേരൻസും കുട്ടികളും തമ്മിൽ നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യത്തിന് ഫ്രീഡം അവർക്ക് എൻജോയ് ചെയ്യാനും എന്നാൽ തെറ്റാതെ പോകാനുമുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടത്തുള്ളൂ. മൂന്നാമതായിട്ട് ഇന്ന് കാണുന്ന ഒരു വലിയ വിഷയം അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സൈബർ അഡിക്ഷൻ ഉണ്ട്, ഡ്രഗ് അഡിക്ഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾ ചെന്നുപെടുന്നു. പല തരത്തിൽ ചില കുട്ടികളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഉറക്കത്തിലാണ്. അപ്പോൾ എന്തിനോടെങ്കിലും അമിതമായ ആസക്തി കുട്ടികളുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് കുട്ടികളിൽ നല്ല ആത്മവിശ്വാസവും നല്ല അസർട്ടീവ്നെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പിയർ പ്രഷറിലാണ് കുട്ടികൾ ഈ അഡിക്ഷനിലേക്കൊക്കെ പോയി ആദ്യം വീഴുന്നത്. ഒരു സിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കാണുക, ഒരു പ്രാവശ്യം ഇതിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്തരം ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന് തന്നെ തിരിച്ചറിയാനോ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വവും എൻ്റെ കൾച്ചറും എൻ്റെ വാല്യൂസും ഡിഫറൻ്റ് ആണെന്ന് വളരെ ശക്തമായി പറയാനും കഴിയുന്ന യുവതലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഈ ചന്തയുടെയും അത്തരത്തിലുള്ള ഈ അസാൻമാർഗിക കേന്ദ്രങ്ങളുടെയും ഒക്കെ കെണിയിൽ ഈ കുട്ടികൾ വീഴാതിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ നേരത്തെ തന്നെ അവരെ കരുത്തരായി ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പലപ്പോഴും വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്തൊക്കെ പോയി വീഴുന്നത്. പിന്നെ വേറൊരു പ്രശ്നം, സന്തോഷമില്ലാത്ത കുട്ടികളാണ് ഇത്തരത്തിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ സൈബർ ഇടങ്ങളിലൊക്കെ വീഴുന്ന കുട്ടികളെയൊക്കെ നോക്കിയാൽ മതി, ജെനുവിനായിട്ട് അവർക്കൊരു സന്തോഷമില്ല. അപ്പോൾ അവരുടെ സന്തോഷം ആരാണ് കവർന്നെടുത്തത്? ഇതൊക്കെ അവിടെ ഉയർന്നു വരുന്ന വലിയ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് അവരെ സന്തോഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല? അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുള്ള പ്രതിരോധം തന്നെ സന്തോഷമാണ്. അതിനുള്ള പ്രതിരോധം വ്യക്തിത്വ വികസനമാണ്. പക്ഷേ ഇതെല്ലാം നടക്കേണ്ടത് കുറച്ചുകൂടി ഏർലിയർ സ്റ്റേജിലാണെങ്കിൽ പലപ്പോഴും വീണ് കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യാൻ വലിയ കോസ്റ്റാണ്. ആദ്യമേ തന്നെ ഓർഗനൈസ് ചെയ്യുന്നത് കുറേ കൂടെ ലാഭകരമാണ്. പക്ഷേ പലപ്പോഴും വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുപോലെ കോമ്പറ്റീഷൻ, നമ്മൾ കുട്ടികളിലേക്ക് അനാവശ്യമായിട്ടൊരു കോമ്പറ്റീഷൻ്റെ ഒരു കൾച്ചർ കൊണ്ടുവരുന്നുണ്ട്. ലോകത്ത് ഭയങ്കര കോമ്പറ്റീഷനാണെന്നും നമ്മളെല്ലാം ഭയങ്കരമായി മത്സരിക്കണമെന്നും ഒക്കെയുള്ള, ഓരോ കുട്ടിയും വ്യത്യസ്തമാണെന്നും ഓരോ കുട്ടിയുടെയും ലൈഫിൻ്റെ പർപ്പസും അവൻ്റെ ജീവിതത്തിൻ്റെ അവനുള്ള ക്വാളിറ്റീസും അവനുള്ള ട്രെയ്റ്റ്സും ടാലൻസും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സത്യത്തിൽ ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, ഓരോ കുട്ടിയും എടുക്കേണ്ട വഴികളും വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ ഇടങ്ങൾ വേറെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ഇവിടെ കോമ്പറ്റീഷനില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓരോ കുട്ടികളും അവരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ഡിസ്കവർ ദ ചൈൽഡ്. അതാണ് അവിടെ ശ്രമിക്കുന്നത്. ഓരോ കുട്ടിയും കണ്ടെത്തുന്നു. ഒരാൾക്ക് കൽപ്പണിയാണ് ഇഷ്ടമെങ്കിൽ അവൻ അതിൻ്റെ പുറകിന് പോകുന്നു, മെക്കാനിക് ആവേണ്ടവൻ അതിൻ്റെ പുറകിന് പോകുന്നു, കളക്ടർ ആവേണ്ടവൻ അതിൻ്റെ പുറകിന് പോകുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരെയും കൊണ്ടുവന്ന് ഒരേ പുട്ടുകുറ്റിക്കകത്ത് വേവിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പറ്റീഷനെക്കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം നടത്തുന്നത് ട്യൂഷൻ സെൻറ്ററുകളും കോച്ചിങ് സെൻറ്ററുകളും. അത് ഏറ്റുപിടിച്ച് മാതാപിതാക്കൾ ഇതിൻ്റെയൊക്കെ ഇരകളായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയധികം കോമ്പറ്റീഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. കുട്ടികൾക്ക് വേണ്ടത് കോമ്പീറ്റൻസിയാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവ്, കരുത്ത്, ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പം ഈ ജോലി ഒത്തിരി ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കിട്ടത്തില്ല സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ, കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ. അതുകൊണ്ട് സപ്ലൈയും ഡിമാൻഡും തമ്മിലല്ല ഇവിടെ ജോലി തീരുമാനിക്കുന്നത്, സ്റ്റാൻഡേർഡാണ് ജോലി തീരുമാനം. നമുക്കതിനുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ജോലി പറ്റി ഒരുപാട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്കാർ, പ്ലേസ്മെൻറ്റ് നടക്കുന്ന ആൾക്കാർ, ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലരെയും നമുക്കൊരു ജോലിക്ക് എടുക്കാൻ പോലും പറ്റുന്ന ഒരു ബേസിക് എംപ്ലോയബിലിറ്റി
പേഴ്സണാലിറ്റി സ്കില്ല് പോലും കുട്ടികളിലില്ല. കാരണം ഈ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത, ഒരു ക്യാരക്ടർ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടാവേണ്ട ഡെവലപ്മെൻറ്റിൽ ഒരു കാര്യം കോമ്പറ്റീഷനല്ല, അവരുടെ ഒരു കംപ്ലീഷനാണ് നടക്കേണ്ടത്. ഒരു അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടാൻ അറിയാവുന്ന, അവനവൻ്റെ ഫീൽഡിലെങ്കിലുള്ള ചലഞ്ചുകളെ ഏറ്റെടുക്കാൻ അറിയാവുന്ന, അവനവൻ്റെ ഫീൽഡിലെങ്കിലുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ ഉള്ള, കഴിവുകളുള്ള അത്തരം ആൾക്കാരെയാണ് എല്ലാ രംഗത്തും ആവശ്യം. നമുക്കിങ്ങനെ ഒരുപാട് പഠിച്ച് കുറേ ഡിഗ്രികൾ സമ്പാദിച്ചുകൊണ്ടൊന്നും ഇനിയുള്ള കാലത്ത് നമുക്ക് അവസരങ്ങളുണ്ടാവില്ല. അവസാനമായിട്ട് ഹാപ്പിനെസ്, യുവത സന്തോഷമുള്ളവരായിരിക്കണം. സന്തോഷമുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു പ്രതിരോധമാണ്. സന്തോഷമുള്ളവർ പല കെണിയിലും പോയി വീഴില്ല. സന്തോഷമുള്ളവർക്ക് അമിതമായി അവർ പല അബദ്ധങ്ങളിലും പോയി വീഴില്ല. അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള കരുത്തുണ്ട്, അവർക്ക് നോ പറയാനുള്ള കരുത്തുണ്ട്. കാരണം അവർക്ക് സന്തോഷമുണ്ട്. ഇനി ഒന്നിൻ്റെ പുറകിന് പോകേണ്ട കാര്യമില്ല. പലപ്പോഴും യുവതയെ ട്രാപ്പിലാക്കുന്നത് അവർക്ക് സന്തോഷമില്ലാത്തപ്പോഴാണ്. സന്തോഷമില്ലാത്തതിൻ്റെ കാരണങ്ങൾ മാനസികമാകാം, വൈകാരികമാകാം, ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, പിന്നെ അവരുടെ വാല്യൂ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആകാം. എന്താണ് അവരുടെ സന്തോഷം? എവിടെയാണ് അവരുടെ സന്തോഷത്തിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്? ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ മാനസികമായ ആരോഗ്യമില്ലാത്ത കുട്ടികൾ, അതൊക്കെ വളരെ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി വീഴുകയും അവർക്ക് തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരു ബോർഡർ ലൈനിൽ കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇടപെടുകയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. പള്ളികൾക്ക്, ആരാധനാലയങ്ങൾക്ക്, സാമൂഹിക സംഘടനകൾക്കൊക്കെ ഇതിലൊക്കെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് യുവജനങ്ങളൊക്കെ നല്ല ഡിസ്കഷൻസാണ് അവർക്ക് ആവശ്യം. ധാരാളമായി ചർച്ചകൾ കേൾക്കാനും, പ്രഭാഷണങ്ങൾ കേൾക്കാനും, ധാരാളമായിട്ട് ചർച്ച ചെയ്യാനും, അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഇടങ്ങൾ കൂട്ടണം. യൂത്തിന് വേണ്ടി അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പോലും ഇന്നില്ല. അവരെ ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് റാലി നടത്തുക, തോരണം കെട്ടിക്കുക, പിന്നെ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ അവരെ കൊണ്ട് കുറേ പണിയെടുപ്പിക്കുക. ഇത് മാത്രമല്ല, ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവരെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന, അവരെ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യുക, അവരുടെ കോമ്പീറ്റൻസി വളർത്തുക, അവരെ ശക്തരാക്കുക എന്നൊക്കെ, അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള വലിയ കടമകൾ ഈ സമൂഹത്തിനുണ്ട്. അതാണ് മറന്നു പോകുന്ന പലരും. അവരെ ഉപയോഗിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. എല്ലായിടത്തും അവർ ഉപയോഗപ്പെടുകയാണ്. അവരെ ആൾക്കൂട്ടത്തിന് വേണ്ടി കൊണ്ടിരുത്തുക. എന്നിട്ട് വെറും യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത പ്രഭാഷണങ്ങളും ചർച്ചകളിലും ഒക്കെ അവരെ ഉൾപ്പെടുത്തുക. ഇതല്ല അവർക്ക് വേണ്ടത്. അവരെ കണ്ടെത്താൻ കഴിയുന്ന, അവരെ റീഫോം ചെയ്യാൻ കഴിയുന്ന, അവരെ ലീഡ് ചെയ്യാൻ കഴിയുന്ന, അവരെ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്ന, ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന നല്ല ശക്തരായ ആൾക്കാരുടെയൊക്കെ ഇടപെടലുകളാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാലേ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. കഞ്ഞി പോലുള്ള ആൾക്കാരെ അല്ല അവർക്ക് കൊടുക്കേണ്ടത്. ഇന്ന് കാണുന്നതൊക്കെ അതാണ്. അവരുടെ വിഷയങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ യൂത്ത് കോൺഫറൻസുകളിലൊക്കെ, മീറ്റിങ്ങുകളിലൊക്കെ നടക്കുന്ന ടോപ്പിക്കുകൾ നോക്കുകയാണ്. ഒരു തരത്തിൽ അവർക്ക് പ്രയോജനമില്ലാത്ത, അവരുടെ ഇന്നത്തെ വിഷയങ്ങളിൽ ഒന്നും തന്നെ തൊടാത്ത, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വിഷയമില്ല, മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ല, അവരുടെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ല, അവരുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമില്ല. പിന്നെ എന്തുവാണ് അവർക്ക് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഈ വെറും നിലവാരം കുറഞ്ഞ, ഒരുപക്ഷെ നേതൃത്വത്തിലെല്ലാം കഞ്ഞികൾ വന്നപ്പോഴാണ് ഈ കഞ്ഞി ഇടപാട് കൂടിയതെന്ന് തോന്നുന്നു. സത്യത്തിലൊരു മാറ്റം അതിശക്തമായിട്ട് വേണം. കുട്ടികളെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും, യുവതയെങ്കിലും ഇതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുകയും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കൈകോർക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.